ഹലോ വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ റസാഖ്. അപ്പോൾ നമ്മൾ 100K സബ്സ്ക്രൈബേഴ്സ് ആയി അല്ലേ? സബ്സ്ക്രൈബേഴ്സ് അല്ല, ഫാമിലി. 1,00,000 ഫാമിലി, 1,00,000 യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് ആയി നമുക്ക്. ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ. ഭയങ്കര ഹാപ്പി എന്താ വെച്ചാൽ 100 എന്താണ് 1,00,000 ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും സ്വപ്നാണോ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നന്ദി പറച്ചിലാണ്, മെയിനായിട്ട് നന്ദി പറച്ചിലാണ്. നന്ദി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാണ് നമുക്ക് ഒരുമിച്ചിരിക്കാൻ ടൈം കിട്ടി, കൗക്കുവിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് തുടർന്നും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും പുതിയ പുതിയ ആളുകൾ നമ്മുടെ ഫാമിലിക്ക് വരുന്നുണ്ട്, നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില വീഡിയോസ് ഒക്കെ മില്യൺ വ്യൂസ് ഒക്കെ ആവുന്ന സമയത്ത് അത് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ സഹോദര കുഞ്ഞു സബ്സ്ക്രിപ്ഷൻ അല്ലേ ചോദിക്കുന്നുള്ളൂ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണേ, അല്ലെങ്കിൽ വിഷമം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, നമ്മളെ ഈ ഒരു 100K ഫാമിലി മെമ്പേഴ്സിൽ അതിൽ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ ഒരുപാട് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെന്താ അങ്ങനെ കുറെ കൈൻഡ് ഓഫ് ആൾക്കാരാണുള്ളത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. 1,00,000 ഇത്ര പെട്ടെന്നാവുന്ന, സത്യം പറഞ്ഞ പെട്ടെന്നൊന്നും അല്ല കേട്ടോ, 5 വർഷമായി അങ്ങനെയല്ല. എന്നാലും നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇതന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ എഫേർട്ട് ഇട്ട് സമയം കണ്ടെത്തി ഡെയിലി വീഡിയോ ഇടുന്ന കാരണം എല്ലാവർക്കും ഇവര് കണ്ടിന്യൂറ്റി. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്, അതെന്താ പറയാ, ഭാഗ്യം. അങ്ങനെ നമുക്ക് പറയാം. ഒരു ലക്ക് ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ലൈഫിൽ വിജയം വന്നു തുടങ്ങിയത്. അതുപോലെ തന്നെ അത് എല്ലാ ആൾക്കാരും ഈ സോഷ്യൽ മീഡിയ വഴി ആ ഭാഗ്യം വന്നത് നിങ്ങൾ കാരണം. തീർച്ചയായിട്ടും അതിന്റെ പുറകിലുള്ള ആൾക്കാർ നമ്മുടെ ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. പക്ഷെ അതിൽ നിന്നുള്ളൊരു നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ഗുണപാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ, അതായത് കപ്പിൾ, നമ്മൾ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും എന്താ പറയാ ലോകം കീഴടക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലേ? അത് തന്നെയല്ലേ നോർമലി, അല്ലാണ്ട് നമ്മൾ അഞ്ചാമത്തെ കൊല്ലാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 5 കൊല്ലമായി. 5ാമത്തെ കൊല്ലമാണത്. അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇദ്ദേഹത്തെ പറ്റിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, പിന്നെ ഒരു എന്താ പറയുക ലക്ഷ്യബോധം, ഫോക്കസ് എന്ന് പറയില്ലേ, അത് അടിപൊളിയായിരുന്നു. എന്താ വെച്ചാൽ ഇവള് അന്നത് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന പിന്നെ വീഡിയോ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ കേൾക്കാൻ ആൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണാൻ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇവൾ അത്രയും പിടിച്ചു നിന്ന കാരണമാണ് ഇതുവരെ എത്തിയത്. പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യായിട്ടല്ല, എനിക്ക് അന്നൊന്നും വീഡിയോ ചെയ്യാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ലാഗ് ആവണ്ട എന്നാലും പറയുന്നത്. എനിക്ക് അന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ വലിയ സംഭവം വീഡിയോ ക്യാമറ എടുത്തു കൊടുക്കുക, ഞാൻ തന്നെ കംപ്ലീറ്റ് എടുത്തു കൊടുക്കല്. അതല്ല, എനിക്ക് അതെ ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് പറ്റുമോ എന്നുള്ള സാധനമൊക്കെ ആയിരുന്നു. അത് പിന്നീട് കുറെ വീഡിയോസ് ഇങ്ങനെ ഞാൻ കണ്ടിന്യൂ ആയി കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത് രസമായി തോന്നി. ഇത് വലിയ എന്താ പറയാ സിനിമ പോലെ ചെയ്യണമെന്നല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കഴിവ് കാണിക്കുക എന്നുള്ളൊരു ലെവലിൽ. അതെ ആ ഒരു തോട്ട് കയറിയപ്പോഴാണ് പിന്നെ എനിക്കിത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ അത് ഞങ്ങള് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ സത്യം പറയാ, നിങ്ങൾ ഇത് കാണുന്ന എല്ലാവരും സപ്പോർട്ട്, അതിപ്പോ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, പക്ഷെ എല്ലാവരും അതിനെപ്പറ്റി ഒരു DSLR നമ്മൾ ഒരുമിച്ചുള്ള ഒരു വീഡിയോ ഇട്ടത് തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലായിരുന്നു. അത് അല്ല 1,00,000 നമുക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു ഇനിയും പുതിയ വീഡിയോസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്ത് കമന്റോ അല്ലെങ്കിൽ എന്ത് ആയിക്കോട്ടെ, ആളുകൾ കണ്ട് നമ്മളെ വിമർശിച്ചിട്ടും കുറവാണല്ലോ. എന്നാലും അങ്ങനല്ല, എനിക്ക് കൂട്ടിരുന്നിട്ടോ അങ്ങനല്ല ഉദ്ദേശിച്ചത്. എന്നാലും ഓരോരുത്തര് ഞങ്ങളെ പേര് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് പ്രിയ റസാഖ് കമ്പയർ ചെയ്തിട്ട് ഓരോ മെസ്സേജ്, അത് ഓരോരുത്തരുടെ മാനസിക അവസ്ഥ പോലെ മെസ്സേജ് അയക്കാന്നല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അതിന്റെ ഒരു പേരിൽ മാത്രം എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ഇത് എടുത്ത് പറയണമെന്നില്ല. അതിന്റെ ഒരു പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോഴും ഈ ഒരു വീഡിയോയിലും ചിലപ്പോ അതിന്റെ പേരിലുള്ള വിമർശനങ്ങൾ ഞങ്ങളതിന് വിമർശിക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു തോട്ടിൽ. അതെ
എന്നാലും നന്ദിയുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, മീൻസ് അങ്ങനെ കമന്റ് ഇട്ടെങ്കിലും വിമർശിക്കാനാണെങ്കിലും നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ. അതെ, അപ്പൊ കാണണം, എല്ലാരും കാണണം. ഞങ്ങളുടെ ആ വിമർശനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം. ഞങ്ങളെ ഡ്രീം മേക്ക് ഇങ്ങനെ കടന്നു സത്യം പറഞ്ഞ ഞങ്ങള് ഒരു 100K ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടില്ല, ഇപ്പൊ തന്നെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഒരു കപ്പിൾ വീഡിയോ ഒരുമിച്ച് തുടങ്ങിയ ശേഷം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എത്ര മാസമായി? ഒരു 3 മാസം. അപ്പൊ തന്നെ ഇങ്ങനെ ഒരു ലെവലിലേക്ക് 2025 ഒരു ലക്ഷം ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. ദീർഘകാല സ്വപ്നം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ വേറെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഇതാണ്, ഞങ്ങളോട് പറഞ്ഞ പോലെ പിന്നെ ഇവള് ചെയ്യണ നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ എന്നൊക്കെ പല യൂട്യൂബേഴ്സ് ഞങ്ങൾ ബന്ധമുള്ള കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവർ പറയും നിങ്ങൾ വൈഫ് ചെയ്യണത് അല്ലെങ്കിൽ മോൾട്ടി ചെയ്യണത് നല്ല ക്വാളിറ്റി ഉള്ളതാണല്ലോ, അപ്പോൾ നിങ്ങൾക്കും കൂടെ സപ്പോർട്ട് ചെയ്തൂടെ, വന്നൂടെ ചോദിക്കാം. അപ്പൊ ഞാൻ പറയും ഞാൻ എടുത്തു കൊടുക്കില്ലേ, അഭിനയിക്കാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറില്ല. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അന്നിപ്പോ 5 വർഷമായി എന്ന് പറഞ്ഞാലും നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ മോണിറ്റൈസ് ആവണ വരെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ കാക്കു വരുന്നവർക്ക് കണ്ടന്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഇന്നേ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് എടുത്തിട്ട് അതിനെ പറ്റി സംസാരിക്കുമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള, കാരണം എന്തിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അതങ്ങനെ പക്ഷെ എന്നാലും മോണിറ്റൈസ് ആയി അല്ലേ. നമുക്ക് ഫസ്റ്റിലെ ഒരു എത്ര പ്രാവശ്യം നമുക്ക് ഇത് വന്നിട്ടുണ്ടാവും, യൂട്യൂബ് ഇൻകം വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് നമുക്ക് 1 വർഷത്തിനുള്ളിൽ വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നെക്സ്റ്റ് ഇത് വരുന്നത്. അപ്പോഴും നമ്മള് അയ്യോ ഇതൊന്നും പൈസ ഒന്നും കിട്ടണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തില്ല. താങ്ക് യു. സാരില്ല, അതൊരു എക്സൈറ്റ്മെന്റിൽ മാറിപ്പോയതായിരിക്കും, കുഴപ്പമില്ല. അപ്പൊ ഇതന്നെ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവള് പിടിച്ചെന്ന കാരണം പിന്നീട് കുറെ ആൾക്കാർ ചോദിക്കില്ല എങ്ങനെ യൂട്യൂബ് പിടിച്ചെങ്കിൽ മാത്രല്ല ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്നെ പറഞ്ഞത് ഞാൻ എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞത് മാത്രം. അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് 5 വർഷം എന്ന് പറയുമ്പോ കുഞ്ഞാറ്റയുടെ പ്രായമുണ്ട് ഈ ഒരു യൂട്യൂബ് ചാനലിന്. കുഞ്ഞാറ്റയുടെ പേരുണ്ടായിരുന്നു ആദ്യത്തിൽ ഇവള് സിംഗിളായിട്ട് ചെയ്യുമ്പോൾ. അതെ, ജലീക്ക എന്റർടൈൻമെന്റ് എന്നായിരുന്നു ചാനലിന്റെ ആദ്യത്തെ പേര്. കുഞ്ഞാറ്റയുടെ പേര് അലിൻറോസ് ജലീക്ക എന്നാണ്. അപ്പൊ ആ പേരിട്ട് ജലീക്ക എന്നുള്ളത്. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്തപ്പോഴാണ് പിന്നെ പേര് വെച്ചിട്ട് ചെയ്യാന്നുള്ളൊരു തോട്ട് തുടങ്ങിയത്. അപ്പൊ അവള് ചോദിച്ചു ജലീക്ക എന്ത് മാറ്റി, ഞങ്ങൾ അണക്ക് വേറെ ഞങ്ങൾ പേരിട്ടിട്ട് വേറെ ചാനൽ തുടങ്ങുന്നത്, കുഞ്ഞാക്കി വേറെ തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അവൾ കുഞ്ഞാകുമ്പോ, അതായത് അവൾക്ക് ഒരു മാസം അല്ലെ ഒരു 1.5 മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട്, അന്ന് എൻ്റെ ഒരു കുഞ്ഞു ഫോണായിരുന്നു, ഓപ്പോയുടെ ഒരു ചെറിയൊരു ഫോണായിരുന്നു, അതിൽ ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര, കാരണം DSLR എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് ആ കുഞ്ഞു ഫോണിലിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. എഡിറ്റ് ചെയ്യാൻ എനിക്ക് 4-5 മണിക്കൂർ വരെ, എസ്പെഷ്യലി റെൻഡറിങ്ങിന് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അതായത് ഈ വീഡിയോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് പോയിണ്ടാവും, വർക്കായി ഉണ്ടാവില്ല അത്. അപ്പൊ ആലോചിച്ച് ഞാൻ ആ രാത്രി മൊത്തം ഉറക്കം വെച്ചിട്ട് പിറ്റേ ദിവസം വീഡിയോ നോക്കുമ്പോൾ അത് പോയി. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് രണ്ടാമത് വീണ്ടും ചെയ്യും. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 1 ലക്ഷം എന്ന് പറയുന്നത് ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, വേറെ ആൾക്കാരൊക്കെ എന്താ 10 ലക്ഷം അത്രയൊക്കെ ആവുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ 1 ലക്ഷത്തിന് ഞങ്ങളെ സംബന്ധിച്ച് ഒരു കോടിയുടെ അല്ലേ അത്രയും ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു 1 ലക്ഷത്തിൽ എത്തിയിട്ടുള്ളത്. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ നിലയിൽ എത്തിയിട്ടുണ്ടാവുക. എന്നാലും തീർച്ചയായിട്ടും എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് എന്റെ കഷ്ടപ്പാട് എന്താ അങ്ങനെ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു കുഞ്ഞു ആവാൻ അന്നൊക്കെ ഞാൻ പറഞ്ഞ നമ്മൾ പറയും പോസ്റ്റ്മോർട്ടം പീരീഡ് അല്ലെ, പ്രസവം കഴിഞ്ഞ് കിടക്കണ ആളാണ്. അപ്പോൾ വിചാരിക്കും എന്തിനാ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ല, നമ്മൾ ആ ഒരു സമയത്ത് തന്നെ എനിക്കൊരു പാഷനായിരുന്നു, എൻ്റെ ഒരു പാഷനായിരുന്നു ഒരു യൂട്യൂബില്. എനിക്ക് അതിനെ പറ്റി അറിയുന്നില്ല. ഇവൾക്ക് വേറെ പണികളൊക്കെ മടിയാണ്. ഇവൾക്ക് ആകെ ഈ ക്യാമറ മുന്നിൽ അഭിനയിക്കുക, യൂട്യൂബിൽ വരിക എന്നുള്ളതല്ല പാഷൻ. ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ആക്ടിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. സാധിച്ചത് തീർച്ചയായിട്ടും. അതിനെനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് തന്നത് എൻ്റെ കാക്കുവാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ അന്ന് തൊട്ടേ കഷ്ടപ്പാട് തുടങ്ങിയത് കേട്ടോ. അതായത് കുഞ്ഞാണെങ്കിലും അവളൊന്ന് വലുതായി വരുമ്പോഴും നമുക്കൊരു ചാനലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബ് എന്നുള്ള ഐഡിയ കാക്കുവിന്റെ ആണെങ്കിലും അല്ല അത് വീണ്ടും എടുത്തു പറയാണ്. കാരണം എന്താ പറയാ,
ആ സമയത്ത്. ആ അത് ഒരു കൊറോണ പീരീഡും കൂടെ ആയിരുന്നു. കൊറോണ സമയമായിരുന്നു. ആ സമയത്ത് ഒന്നും ചെയ്യാനില്ലല്ലോ നമുക്ക്. എന്നിട്ട് നേരം പോക്കിന് ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു. കുറെ ആൾക്കാർ നിങ്ങൾ നേരം പോക്കിനാണെങ്കിൽ ഞാൻ നേരം പോക്കിനാണ്. യൂട്യൂബ് എന്ന് പറയുന്ന സാധനം പിന്നെ എൻ്റെ മൈൻഡിൽ കയറി തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര ഒരു എന്തെങ്കിലും ഇതിലാവണം, വേറെ യൂട്യൂബേഴ്സിനെയൊക്കെ കാണുമ്പോൾ അവരെ പോലെയൊക്കെ ആവാൻ പറ്റണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ആ ഒരു ആഗ്രഹം ഇപ്പോഴാണ് സാധിച്ചത്. ഇനിയും ജേണി ആയിരം വർഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് സാധിച്ചു. ഓക്കെ, ഞാൻ എല്ലാം ആയി എന്നുള്ളതല്ല, ഇനി നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും. നിങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പോട്ടെ, കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ ഈ ഹോം ടൂർ ചെയ്യുക, പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പോൾ എന്താ പറയുക, പറയും. നമ്മളിപ്പോൾ വീടിൻ്റെ പണികളൊന്നും അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഇപ്പം ഇനി കുഞ്ഞാറ്റയുടെയും കുഞ്ഞാവയുടെയും ബർത്ത്ഡേ നെക്സ്റ്റ് മന്ത് 5th വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മുന്നായിട്ട് നമുക്ക് പറ്റണ രീതിയിൽ വീണ്ടും അവിടെ ഇവിടെയൊക്കെ ഓരോരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് കാണിക്കാം ഹോം ടൂറൊക്കെ എന്നാണ്. നല്ല അടിപൊളിയായിട്ട് കാണിക്കാൻ, നല്ല ക്വാളിറ്റിയിൽ കാണിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് ആവണത്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, മക്കളുടെ ബർത്ത്ഡേ അടുത്ത മാസം. അപ്പൊ 1,00,000 ആൾക്കാർ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാരെയും പ്രാർത്ഥന വേണം. മെസ്സേജ് ഒരു ഞെടിയിൽ സ്ഥലമാക്കി സമയം പറയുന്നുണ്ട്. അങ്ങനല്ല, ഈ 1,00,000 ആൾക്കാരെ ഇങ്ങനെ വിളിക്കാന്ന് പറഞ്ഞാൽ നടപടിയാണ്, കേസല്ല. ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പറയേണ്ടതാണ്. എന്താ വെച്ചാല് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ വെച്ചാല് നമ്മളെ കേൾക്കാനും കാണാനും സംസാരിക്കാനൊക്കെ എത്ര ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ആ സന്തോഷം നമുക്ക് കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് അറിയോ? ചില ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന സമയത്ത് അതിന്റെ അടിയിൽ പോയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് ആളുകൾ മീൻസ് ഞങ്ങൾ അറിയണ നേരിട്ടറിഞ്ഞല്ല, ഈ ഇതിലെ കൂടെ ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ട് മനസ്സിലായ ആൾക്കാർക്കുള്ള ഇത്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇമോഷണലി പ്രകടിപ്പിക്കലുണ്ട്, പറയലുണ്ട്. അതെ, ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ വലിയ ഫംഗ്ഷൻ അല്ല, ഞങ്ങളുടെ ഫാമിലി മാത്രം കുറച്ച് വേണ്ടപ്പെട്ട നമ്മളെ അടുത്ത് വിളിച്ചപ്പോൾ കിട്ടുന്ന അതൊക്കെ വേണ്ടപ്പെട്ടവരാണ്. അത് അങ്ങനല്ല, ഞങ്ങളെ വിളിച്ചാ വരുന്ന ഒരു പെട്ടെന്നുള്ള സൗഹൃദ വലയുണ്ട്. അങ്ങനല്ല, അവർക്ക് മനസ്സിലായി, നടക്ക് മനസ്സിലായി. അപ്പൊ കാക്കുന്റെ വീട്ടിൽ നിന്ന് കാക്കുന്റെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ ഫ്രണ്ട്സ്, പിന്നെ എന്റെ നാട്ടിൽ നിന്ന് അവിടുന്ന് നമ്മള് വിളിക്കുന്നുണ്ട്. പക്ഷെ അത്രയും ലോങ് ആയതുകൊണ്ട് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്ന് പേര് പറയും സഫാദ്, സാലിഹ്, മുനവർ. ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങൾ പ്ലാൻ ഇട്ടതാണല്ലേ? ഞാൻ പ്ലാൻ ഇട്ടതല്ല, പിന്നെ ഇവരെന്നെ വിളിച്ചിട്ട് പിന്നെ ലൊക്കേഷൻ അവരിതുവരെ വന്നിട്ടില്ല. സംഭവം നമ്മുടെ എല്ലാ കോൺടാക്റ്റിലുള്ള ആൾക്കാരാണ്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും വരണം എന്നുള്ള അവർക്കും അറിയില്ല. ബർത്ത്ഡേ കുട്ടികളുടെ ബർത്ത്ഡേ അടുത്ത മാസം ഉണ്ട് എന്നുള്ളത്. അപ്പൊ അവര് വെറുതെ വന്നതാ. അപ്പൊ ഞാൻ ലൊക്കേഷൻ കൊടുത്ത് അവരെ കോട്ടക്കൽ രാജാസിനെ പഠിച്ച ഫ്രണ്ട്സ്, ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. വെച്ചാല് കുറച്ച് കാലത്തിന് ശേഷം അവരവര് ഇവിടെ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു. അപ്പോ ഫാമിലി കാക്കുന്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഗോൾഡ് നമ്മളൊരു കോണ്ടന്റ്, നമ്മള് ഷോർട്ട് വീഡിയോ, ഗോൾഡിന്റെ വള വാങ്ങിച്ചിട്ട് ഞാൻ 2 റിംഗ് ആയിട്ട് ഉമ്മാക്ക് കൊടുക്കാൻ, എനിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് ഒരു ലേഡി വന്നിട്ട് കമന്റ് ഇട്ടേക്കോട്ടെ. ലേഡി എന്നെ ആയിരിക്കും, കാരണം ആ പേര് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ തോന്നിയത്, ഇവര് വീട്ടുകാരായിട്ട് തെറ്റിക്കുന്ന ആൾക്കാരല്ലേ, പിന്നെ എന്തിനാ അങ്ങനത്തെ കമന്റ് ഒക്കെ ഇടുന്നത്, അല്ല ഇങ്ങനത്തെ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയാനുള്ളത്. ഞങ്ങള് നമ്മളെ പറ്റി അല്ലെങ്കിൽ പുറത്തുള്ള ആളെ പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ പറയാതിരിക്കുക. അതല്ല ഏറ്റവും നല്ല ക്വാളിറ്റി. അത് ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി, ഏറ്റവും നല്ല ക്വാളിറ്റി അതല്ല. അറിയുന്ന കാര്യങ്ങൾ പറയാം, അറിയാത്ത കാര്യങ്ങൾ എന്തിനാ പറയാൻ പോകണം. അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. ഇതിപ്പോ നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഒക്കെയാണ് വന്ന് ഇടുന്നുണ്ടെങ്കിൽ ഓക്കെ, രസം ഉണ്ടെന്നിരിക്കാം, നമുക്ക് അവരുടെ പോയി ചോദിക്കാം, നിങ്ങൾ കണ്ടായിരുന്നോ ഞങ്ങൾ തെറ്റി നടന്നത്, തെറ്റി നടക്കണതൊന്നും ഇല്ല. ഞങ്ങൾ ഇതുവരെ തെറ്റി നടന്നിട്ടൊന്നുമില്ല. പരസ്പരം ഭയങ്കര അങ്ങോട്ടും വരവും പോക്കും സംസാരം ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ മൂവിക്ക് പോണ സമയത്ത് ഇവർക്കൊക്കെ നമ്മളെ എന്താ പറയാ, അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളൊന്ന് കുത്തി തിരിച്ച് ഒന്ന് പിരിച്ചു വിട്ടാലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടാ തോന്നുന്നു. കാരണം റസാഖിന്റെ ഉമ്മാനെ കൊണ്ടുപോയില്ലേ സിനിമ കാണാൻ? അങ്ങനെ സിനിമ പൂരത്തിന് നമ്മൾ പോയിട്ട് പൂരത്തിന് വരെ വരാൻ കൂട്ടാക്കാത്ത ആളാണ്. വണ്ടിയിലിരുന്ന് പൂരം കണ്ട ആളാണ്. മാത്രല്ല പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങുവാള്. സിനിമ കാണുന്ന ആള് ഒരു പാവാണ്. അതിങ്ങനെ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ ഇരുന്ന് ഉറങ്ങുവാള്. അപ്പോൾ അങ്ങനത്തെ ആ കമന്റ് ഇടണ്ട, വരൂല. ഞങ്ങള് സ്ഥിരം സിനിമക്കുള്ള ആൾക്കാരെന്നല്ല, ഞങ്ങൾ ചിലപ്പോൾ മാസത്തിലൊരിക്കൽ, ചിലപ്പോൾ 2 മാസം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ, തീർച്ചയായും വലിയ പടങ്ങളൊക്കെ ആണെങ്കിൽ മീൻസ് നല്ല കോടികൾ ചിലവാക്കി ബ്രഹ്മാണ്ഡ പടങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും പോകും. അത് മിസ് ചെയ്യുന്നല്ലോ. നല്ല സ്റ്റോറി നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ പോകും. പിന്നെ ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ പോകാറുണ്ട്. അതെ.
പക്ഷെ നല്ല കുഴപ്പമില്ല, നമുക്ക് ഓക്കെയാണ് തോന്നിയ പടങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അതിൽ എല്ലാതും അങ്ങനെ ചെയ്യില്ല. അങ്ങനെയല്ല, നമ്മൾ ജെനുവൻ പ്രൊമോഷൻ തന്നെ, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടു എന്ന് പറയും, ജെനുവൻ പ്രൊമോഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ പിന്നെ ട്രിപ്പ് പോയപ്പോ റസാഖിന്റെ ഫാമിലി എന്തുകൊണ്ട് ട്രിപ്പിന് വന്നില്ല, ഇവർക്ക് കുത്തി തിരിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു സ്വസ്ഥതക്കേടാ തോന്നുന്നത്. ഫാമിലി എന്ന് പറഞ്ഞു നമ്മൾ പെരുന്നാളിന്റെ ടൈമിൽ നമ്മൾ ട്രിപ്പ് പോകും. അപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ പെരുന്നാളിന് ട്രിപ്പ് പോയപ്പോഴും അവര് പകുതി എത്തിയപ്പത്തിന് വയ്യ, ക്ഷീണം, അത് ഓരോരുത്തരും അത് നമ്മൾ വ്ലോഗ് എടുത്തിട്ടില്ല അല്ലേ? ഇല്ല, കുഞ്ഞുമാവ തീരെ ചെറുതായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥ, ശാരീരികപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാരണം ചിലർ വരില്ല, ചിലർ വരും. അപ്പൊ നമുക്കിപ്പോ ദിവസം അയച്ച് കുഴപ്പമില്ലാത്ത നമ്മൾ പോണ് വരുന്ന അത്ര ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ യാത്രകൾ പോകണല്ലോ, ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് പോയാലോ, നമുക്കൊന്ന് ഊട്ടിക്ക് വിട്ടാലോ, നമുക്കൊന്ന് കൊടൈക്കനാലിലേക്ക് വിട്ടാലോ. അപ്പൊ സ്പോട്ടിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാ, അല്ല പ്രീ പ്ലാൻഡ് ആയിട്ട്. ഒരു കാര്യം പറയല്ല, ആരോഗ്യം ഒക്കെ ഉള്ള സമയത്താണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും മാക്സിമം അങ്ങനെ ഒന്ന്. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മളെ വീഡിയോസിൽ പറയാറുണ്ടല്ലോ, കപ്പിൾസിനാണെങ്കിലും ഏറ്റവും അടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് യാത്രകൾ പോകാന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഒരു എന്താ പറയാ, എപ്പോഴും തിരക്കൂടിയിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരിടയ്ക്കൊക്കെ മാസത്തിൽ ഒരു 6 മാസം കൂടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ പോവുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. അതെ. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ, ഇപ്പോൾ ചില ആൾക്കാരെ വിചാരിക്കുന്നുണ്ടാവും, അവർ യൂട്യൂബേഴ്സ് അല്ലേ, അവർക്ക് ട്രിപ്പ് പോവാം, അവർക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ട്രിപ്പ് പോകണമെന്നൊന്നുമില്ല നമുക്ക്. ഞാൻ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ മുറ്റത്ത് ഇറങ്ങി ഒരു കപ്പ് ചായ ഒരുമിച്ചിരുന്ന് കുടിച്ചാലും മതി. സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ലൈഫിൽ. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അല്ലാണ്ട് ആരും നമുക്ക് സന്തോഷം എടുത്തോന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുത്തരാൻ ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ലൈഫ് അത് വലിയ സന്തോഷങ്ങളാക്കിയിട്ട് മാറ്റുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞങ്ങൾ സത്യത്തിൽ വന്നത് നല്ലൊരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയൊരു ചിറ്റ് ചാറ്റ് ആവാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒരു പ്ലാൻഡ് ആയിട്ടൊന്നും അല്ല വന്നിരുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, രാത്രിയാണ്, കുഞ്ഞുങ്ങളൊക്കെ അവിടെ താഴത്തുണ്ട്, അമ്മയും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ഫാന് സ്പീഡ് കുറച്ചിട്ട് വേർക്കുന്നു കേസ്. രാത്രി സമയം ഏറെ വൈകി, ഇപ്പം തന്നെ 11:30 ഉണ്ടാവും അല്ലേ? സമയം പറയട്ടെ, ഇല്ല 10 മണിയാവണം. 10 മണിയാവണം. എന്തായാലും അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി കൂടുതൽ നല്ല നല്ല വിശേഷങ്ങളാണ്. ഇതിപ്പോൾ ഒരു പ്രീ പ്ലാൻഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, നന്ദി പറയാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു നന്ദി പറയാണ്, ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കണം. അപ്പോൾ എല്ലാവരും കമന്റുകളൊക്കെ ഇടണം എല്ലാ വീഡിയോക്കും. അപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയല്ല, കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു എൻകറേജ്മെന്റ് അതുണ്ട്. എന്നാലും കുറെ കമന്റുകളൊക്കെ വരുമ്പോൾ സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.